ഏതെങ്കിലും വിഷമ അവസ്ഥയിൽ കൂടിയോ വിചാരത്തിൽ കൂടിയോ ഭാരത്തിൽ കൂടിയോ കടന്നു പോകുന്ന വ്യക്തിയാണോ താങ്കൾ? നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളെ ഒരു സുഹൃത്തിനോട് പങ്കുവെച്ചു കാണും, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് പങ്കുവെച്ചു കാണും. നിങ്ങൾക്ക് ഉചിതമായ ഒരു സൊല്യൂഷൻ ലഭിച്ചും കാണത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിഷയങ്ങളെ ഷെയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു ഇടം അന്വേഷിച്ചിട്ടും എവിടെയും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ. അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങളെ കൈമാറ്റം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ ആരും നിങ്ങളെ കേൾക്കാതിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷേ ഇന്ന് പകലിൽ നിങ്ങളുടെ വിഷയത്തിന് ദൈവം ഒരു വിടുതലിനെ കൽപ്പിച്ചാക്കുവാൻ പോവുക. നിങ്ങളുടെ വിഷയത്തിന് ഇന്ന് പകലിൽ ദൈവം സൊല്യൂഷനെ കൽപ്പിച്ചാക്കുവാൻ പോവുക. ഇന്ന് പകലിൽ മനുഷ്യന് പരിധികളുണ്ടെന്നേ. അതെ, നിങ്ങളുടെ ആ വിഷയത്തിന് ഒരു മനുഷ്യനും സൊല്യൂഷൻ തരുവാൻ സാധിക്കത്തില്ല. അവരവരുടെ സ്വന്തം ബുദ്ധിയിലായിരിക്കാം നിങ്ങൾക്ക് തരുന്ന സൊല്യൂഷൻ. പക്ഷെ സ്വർഗത്തിലെ യേശു ക്രിസ്തു അങ്ങനല്ല കേട്ടോ. ആമേൻ. നിങ്ങളുടെ വിഷയത്തിന് തക്ക സൊല്യൂഷനെ ഇന്ന് പകലിൽ കൽപ്പിച്ചാക്കും. മനുഷ്യന് പരിധിയും പരിമിതിയുണ്ട്, പക്ഷെ എൻ്റെ യേശുപ്പന് ഒരു പരിധിയും പരിമിതിയുമില്ല. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ വിചാരപ്പെടണ്ട. നിങ്ങളുടെ കണ്ണുനീരൊന്ന് തുടച്ചാട്ടെ. സ്വർഗത്തിലപ്പൻ നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ പോവുക. നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ മാറ്റുവാൻ പോവുക. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:27 ഇങ്ങനെ വായിക്കുന്നു: വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആർക്കും കഴിയത്തില്ല. യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങളുടെ വിചാരത്തെ മാറ്റുവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ വിഷമാവസ്ഥയെ മാറ്റുവാൻ സാധിക്കത്തുള്ളൂ. മനുഷ്യനെ ആശ്രയിക്കുന്നത് വ്യർത്ഥമത്രേ. അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടണ്ട. നിങ്ങളായിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും സ്വർഗത്തിലെ യേശുപ്പൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾക്ക് ആരെല്ലാം നിങ്ങളെ കൈവിട്ടിരുന്നാലും, ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ഒരു ആശ്വാസ വാക്ക് പറഞ്ഞില്ലെങ്കിൽ പോലും ഇന്ന് പകലിൽ വിഷമിക്കേണ്ട എന്നെ കേൾക്കുന്ന ദൈവമക്കളെ. നിങ്ങൾക്ക് ആശ്വാസപ്രദനായിരിക്കുന്ന സ്വർഗത്തിലെ യേശു ക്രിസ്തു നിങ്ങളുടെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ തളർന്നു പോകത്തില്ല. നിങ്ങൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചിറകടിച്ച് ഉയരുവാൻ പോകുന്നു. അതേ, വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. വിശ്വാസത്തോടെ എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞാട്ടെ: കർത്താവിൽ ഞാൻ എപ്പോഴും സന്തോഷിക്കും. ഏതവസ്ഥയിലും ഞാൻ സന്തോഷിക്കും. ഞാൻ പൂർണ്ണ ജയാളിയായിരിക്കും. ഞാൻ വിചാരപ്പെടത്തില്ല. ഒരു ശത്രുവിനും എൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. നിങ്ങൾ ഇന്ന് പകലിൽ വിശ്വാസത്തിന്റെ വാക്കുകളെ വിളിച്ചു പറയുവാൻ റെഡിയാകുന്നെങ്കിൽ നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്നും നിശ്ചയമായും പുറത്തു വന്നിരിക്കും. അതെ, നിങ്ങളെ കാണുന്ന ഒരു ഇടമുണ്ട് കേട്ടോ. നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു ഇടമുണ്ട് കേട്ടോ. അത് വേറെ ആരുമല്ല, യേശു നിങ്ങളുടെ കണ്ണുനീരിനെ തുടച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിലാപത്തെ അവൻ നൃത്തമാക്കി ഇന്ന് പകലിൽ തീർത്തിട്ടുണ്ട്. വിശ്വസിച്ചാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ആ പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഈ കുഞ്ഞ് സന്ദേശം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ വിചാരങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ മാറ്റിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സന്തോഷം അവരെ ഉടുപ്പിച്ചതിനായിട്ട് നന്ദി. സ്വർഗം തുറന്ന് പ്രാർത്ഥനയായിട്ട് നന്ദി. സകല മാനവും മഹത്വം കർത്താവിന്. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാലെ ഇവരെ എന്ത് ചെയ്യും? സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു.